കൽക്കണ്ടത്തുണ്ട് ഭാഗം 2. രചന സംഭാഷണം രുദ്രപ്രിയ. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കമ്മേ, എനിക്ക് പേടിയാണിവിടെ. അമ്മയും കുഞ്ഞുങ്ങളും പോയാൽ ഞാൻ തനിച്ചാണ്. അമ്മയെ കെട്ടിപ്പിടിച്ച് ശ്രീബാല കരഞ്ഞു. എൻ്റെ പൊന്നേ, ഇങ്ങനെ കരയല്ലേ, അമ്മയ്ക്ക് നെഞ്ചു പൊടിയുന്നു. സുമ കണ്ണമർത്തി വിട്ടു. തൊഴിലുറപ്പിന് വരുന്ന 1-2 പേരോട് അമ്മ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് എവിടെയെങ്കിലും പറ്റുന്ന ജോലി പറയാൻ. എൻ്റെ കുഞ്ഞിനെ പഠിക്കാൻ വിടണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതൊന്നും സാരമില്ലമ്മേ, പഠിത്തത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. എനിക്കിപ്പോൾ വേണ്ടത് സ്വസ്ഥതയും സമാധാനത്തിലും ഒന്ന് കിടന്നുറങ്ങണം. ആരെയും പേടിക്കാതെ ശ്വാസം വിടണം. മോളുടെ പറച്ചിൽ കേട്ടപ്പോൾ ആ അമ്മയുടെ നെഞ്ച് പിടഞ്ഞുപോയി. ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും അകത്തേക്ക് വരുമ്പോൾ ശ്രീബാലയുടെ കണ്ണും മുഖവുമൊക്കെ തുടച്ചു കൊടുക്കുന്ന സുമയെയാണ് കാണുന്നത്. എന്ത് പറ്റി ബാലേച്ചി, കരഞ്ഞോ? ഉണ്ണിക്കുട്ടൻ വെപ്രാളത്തിൽ ബാലയെ ചുറ്റിപ്പിടിച്ചു. ബാല ഉണ്ണിക്കുട്ടൻ്റെ ശിരസിൽ തലോടി. ഇല്ല മോനെ, ബാലേച്ചിയുടെ കണ്ണിൽ പൊടി പോയി. ചേച്ചിയുടെ കണ്ണിൽ മാത്രം എന്താ എപ്പോഴും പൊടി പോകുന്നത്? ഞങ്ങളുടെ ഒന്നും കണ്ണിൽ പോകുന്നില്ലല്ലോ. ലക്ഷ്മി അമ്മയെയും ബാലയെയും നോക്കി പറഞ്ഞു. ലക്ഷ്മി, നീ രാവിലെ തന്നെ തല്ലിനും വഴക്കിനും നിൽക്കാതെ നിന്റെ കാര്യം നോക്ക്. സുമയ്ക്ക് ദേഷ്യം വന്നു. ലക്ഷ്മിക്ക് ബാലയെ കാണുന്നത് തന്നെ ഇഷ്ടമില്ല. അവളെക്കാളും കാണാൻ ഭംഗി ബാലയാണെന്ന് പറഞ്ഞായിരുന്നു അവളുടെ വഴക്ക് മുഴുവനും എപ്പോഴും. അമ്മയ്ക്ക് അല്ലെങ്കിലും ബാലേച്ചിയോട് തന്നെയാണ് സ്നേഹം. പിന്നെ ഉണ്ണിക്കുട്ടനും എന്നെയൊക്കെ തവിട് കൊടുത്ത് വാങ്ങിയതുപോലെയാണ് അമ്മയുടെ പെരുമാറ്റം. തവിട് കൊടുത്ത് വാങ്ങാനാണെങ്കിൽ നല്ലത് വാങ്ങിയാൽ പോരെ, നിന്നെ പോലെയുള്ളതിനെ നോക്കിയെടുക്കണോ? അമ്മ അത് പറഞ്ഞപ്പോൾ ബാലയ്ക്കും ഉണ്ണിക്കുട്ടനും ചിരി വന്നു. കണ്ടോ, ഇത്രയും നേരം കരഞ്ഞുകൊണ്ട് നിന്ന ബാലേച്ചി ഇപ്പോൾ ചിരിക്കുന്നത്. ഇതൊക്കെ അഭിനയമാണ് ചേച്ചിയുടെ. ലക്ഷ്മി ചാടി തുള്ളി അവിടെ നിന്ന് പോയി. ലക്ഷ്മിയേച്ചിക്ക് അസൂയയാണ് എൻ്റെ ബാലേച്ചിയോട്. നീ എന്തിനാ സുമേ ഇങ്ങനെ വിഷമിക്കുന്നത്? ബാലയുടെ ജോലിക്കാര്യം നമുക്ക് ശരിയാക്കാം. ജോലി എന്ന് പറയുമ്പോൾ എടിപിടിയെന്ന് എവിടെയെങ്കിലും കൊണ്ടുവിടാൻ പറ്റുമോ? ഒന്നാമത് തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി, പോരാത്തതിന് കാണാനും ചേലുണ്ട്. അങ്ങനെയുള്ള കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടു നിർത്തിയാൽ നമുക്ക് മനസ്സമാധാനം വേണ്ടേ? നല്ലതെന്തെങ്കിലും ശരിയാകും. അതുവരെ നീയൊന്ന് ക്ഷമിക്ക്. തൊഴിലുറപ്പിന് പോകുന്ന വഴി സുമ സങ്കടം ജയയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയെ, ശ്രീധരേട്ടൻ അയാൾ എൻ്റെ കുഞ്ഞിനെ. സുമ വിമ്മിക്കരഞ്ഞു. പറയാതിരിക്കാൻ വയ്യ സുമേ, ആ പുല്ലൻ്റെ സാമാനം ചെത്തിക്കളയണം. സ്വന്തം മോളെപ്പോലെ കാണേണ്ട കുഞ്ഞിനോടാണ് അവൻ്റെ കഴപ്പ്. നീ ഇങ്ങനെ എല്ലാത്തിനും മോങ്ങാൻ നിൽക്കുന്നത് കൊണ്ടാണ്. അവൻ്റെ കരണമടിച്ച് പൊട്ടിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഇതെന്തെങ്കിലും പറഞ്ഞാൽ മോങ്ങിക്കൊണ്ടിരുന്നോളും. നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ് ജയെ, അനുഭവിക്കുമ്പോഴേ ഇതൊന്നും അത്രയും പെട്ടെന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ലെന്ന് മനസ്സിലാവൂ. എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ സമയദോഷം. നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കാതെ എഴുന്നേറ്റ് വാ. നമുക്ക് ആ പറമ്പും കൂടി കിളച്ച് വാരിയിട്ടിട്ട് ഇന്നത്തെ പണി നിർത്താം. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പിള്ളേർ രണ്ടും വീട്ടിലുണ്ട്. വൈകുന്നേരം കട്ടൻ്റെ ഒപ്പം ഉണ്ണിക്കുട്ടന് എന്തെങ്കിലും കടി വേണം. അമ്മയാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് പോയതുമില്ല. ശ്രീബാല അടുക്കളയിൽ ഓടിച്ചൊന്ന് നോക്കി. എന്തെങ്കിലും ഇരിപ്പുണ്ടോന്ന് ഒന്നും കാണാഞ്ഞ് അവൾ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. ഉച്ചയ്ക്ക് ശേഷം വർക്ക്ഷോപ്പിൽ നിന്ന് ശ്രീധരൻ നേരത്തെ വന്നു ഉമ്മറത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ലക്ഷ്മിയും അയാളുടെ അടുത്താണ്. ഉണ്ണിക്കുട്ടൻ ബാലയുടെ ചുറ്റും വാല് പോലെ നടപ്പുണ്ട്. പിന്നാമ്പുറത്ത് ചെറിയൊരു അടുക്കളത്തോട്ടമുണ്ട്. എന്തായാലും 3-4 മുടി ചീനിയുണ്ട്, അതിനെ പിഴുതെടുക്കാം. ഉണ്ണിക്കുട്ടൻ അടുക്കളയിൽ മുറമെടുക്കാൻ പോയി. തിരികെ കാണാഞ്ഞ് അന്വേഷിച്ച് ബാല അടുക്കളയിലെത്തി. അപ്പോഴാണ് മുറവുമായി ശ്രീധരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഉണ്ണിക്കുട്ടൻ വിറച്ചുകൊണ്ട് അത്രയും ചോദിച്ചു. ഞാൻ അവനെയും ലക്ഷ്മിയെയും കവല വരെ പറഞ്ഞു വിട്ടു. നിനക്ക് മുറമല്ലേ വേണ്ടത്? ഇതാ. അയാൾ മുറം അവൾക്ക് നേരെ നീട്ടി. മുറം എത്തി പിടിക്കുന്ന നേരം അയാൾ മുന്നോട്ടാഞ്ഞ് അവളെയും കൂടി ചേർത്ത് പിടിച്ചു. ബാല ഒച്ച വയ്ക്കാൻ വായ തുറക്കും മുമ്പേ അയാൾ അവളുടെ വായ പൊതിഞ്ഞു പിടിച്ചു.
ഇടം കൈകൊണ്ട് അവളുടെ വായ പൊതിഞ്ഞു പിടിച്ച് വലത് കൈകൊണ്ട് തലയിൽ കെട്ടിയിരുന്ന വട്ടത്തോർത്ത് അഴിച്ചെടുത്ത് അവളുടെ വായിൽ കെട്ടി. പാതകത്തിൽ കിടന്ന അടത്തുണിയെടുത്ത് അവളുടെ കൈ രണ്ടും പിന്നിലേക്ക് ചേർത്ത് ബന്ധിച്ചു. കുറച്ച് ദിവസമായി നീ എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. എൻ്റെ തോട്ടത്തിൽ വിരിയുന്ന പൂക്കളെല്ലാം എനിക്ക് സ്വന്തം. നിന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് നിൻ്റെ അമ്മയെ ഞാൻ കൂടെ കൂട്ടിയത്. ഇപ്പോൾ നീ വളർന്ന് പാകമായി. അപ്പോൾ പിന്നെ അത് രുചിച്ചു നോക്കേണ്ടതും എൻ്റെ കടമയല്ലേ? എന്നും നീ എന്നിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും. ഇന്നിപ്പോൾ എന്തായാലും അത് നടക്കില്ല. അവളുടെ അടുത്തേക്ക് ചാഞ്ഞു വന്ന് അവളുടെ ഗന്ധം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഈ മണം, നിൻ്റെ ഈ മണമാണ് എന്നെ മത്ത് പിടിപ്പിക്കുന്നത്. ബാല ചുറ്റും നോക്കി രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ എന്ന്. പറമ്പ് കിളച്ചു കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് കവലയിലേക്ക് പാട്ടും പാടി പോകുന്ന ഉണ്ണിക്കുട്ടനെയും ലക്ഷ്മിയെയും സുമ കാണുന്നത്. തന്നെക്കാൾ ഒരുപാട് മുന്നിലായിട്ടാണ് ഇരുവരുടെയും നടത്തം. അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം നടന്നെത്താൻ സുമയ്ക്ക് അല്പം താമസിക്കേണ്ടി വന്നു. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ. അമ്മയുടെ വിളി കേട്ടപ്പോൾ ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും ഒരേപോലെ നടത്തം നിർത്തി നിന്നു. ധൃതി പിടിച്ച് ഓടി വരുന്നത് കണ്ടപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. സുമ പിള്ളേരുടെ അടുത്തെത്തി കിതച്ചു നിന്നു. അമ്മ എന്തിനാ ഇത്രയും ധൃതി പിടിച്ച് വരുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുമല്ലോ. നിങ്ങൾ രണ്ടുപേരും എവിടെ പോവുക? ഞാനും ഉണ്ണിക്കുട്ടനും കൂടി കവലയിൽ ഉണ്ണിമാമയുടെ കടയിൽ നിന്ന് പഴംപൊരി വാങ്ങാൻ പോകുന്നതാ. അതിന് നിനക്ക് മാത്രം പോയാൽ പോരായിരുന്നോ ഉണ്ണിക്കുട്ടാ? ലക്ഷ്മിയെ കൂടി കൂട്ട് വിളിച്ചത്. വീട്ടിൽ ബാല മാത്രമല്ലേ ഉള്ളൂ? ഉണ്ണിക്കുട്ടൻ്റെ തലയിൽ ഒരു കിഴുക്ക് വെച്ച് കൊടുത്തുകൊണ്ടാണ് സുമ ചോദിച്ചത്. അതിനാണോ അമ്മ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത്? അച്ഛൻ ഉച്ചയ്ക്ക് നേരത്തെ വന്നു. അച്ഛനാണ് കാശ് തന്നിട്ട് കവലയിൽ പോയി സാധനം വാങ്ങാൻ പറഞ്ഞ് ഞങ്ങളെ വിട്ടത്. അമ്മയുടെ ബാലമോള് ഉള്ള കുട്ടിയൊന്നുമല്ലല്ലോ. ആരുമില്ലെങ്കിലും ഇഴഞ്ഞു പോകാൻ അവിടെ വീട്ടിൽ അച്ഛനുണ്ട്. നീ വാടാ ഉണ്ണിക്കുട്ടാ, നമുക്ക് പോയി സാധനം വാങ്ങിയിട്ട് വരാം. ഇനിയിപ്പോൾ അമ്മ പൊയ്ക്കോളും ബാലമോളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഉണ്ണിക്കുട്ടനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. ലക്ഷ്മി പറഞ്ഞത് കേട്ടപ്പോൾ ഉള്ളം കാലി മുതൽ ഒരു പെരുപ്പ് തലയിലേക്ക് ഇരച്ചു കയറി. അയാൾ മനഃപൂർവ്വം പിള്ളേരെ ഒഴിവാക്കിയതാണ്. ഈശ്വര, എൻ്റെ കുഞ്ഞ്! കാലിൽ ചക്രം വെച്ചതുപോലെ സുമ ഓടി. ബാലയുടെ ശരീരമാകെ വിയർത്തു. ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവൾ ഞെളിപ്പിരി കൊണ്ടു. വല്ലാത്ത ആവേശത്തോടെ ശ്രീധരൻ ബാലയുടെ അടുത്തേക്ക് വന്നു. എപ്പോഴും നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടും. ഇന്നെന്തായാലും അത് നടക്കില്ല. എന്നോട് സഹകരിച്ചാൽ പെട്ടെന്ന് കഴിയും. അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ അങ്ങേയറ്റം നോവിക്കാനും എനിക്ക് മടിയില്ല. പറഞ്ഞുകൊണ്ട് അയാൾ അവളെ വലിച്ച് നിലത്തേക്കിട്ടു. അവളുടെ കഴുത്തിടുക്കിൽ മുഖം ചേർത്ത് അവിടെ ചുംബിച്ചു. ബാല പുഴുവിനെ പോലെ പിടഞ്ഞു. അവളുടെ മനസ്സ് അലമുറയിട്ട് കരയുകയായിരുന്നു. ആ നീചനിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്തതോർത്ത് ശ്രീധരനെ തള്ളി മാറ്റാനായി അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അയാൾ അവളിലേക്ക് ശക്തിയായി ചേർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ബാല സർവ്വശക്തിയും എടുത്ത് അയാളെ തന്നിൽ നിന്നും തള്ളി മാറ്റി. കാലുകൊണ്ട് അയാളെ തൊഴിച്ചു. പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് തന്നെ ശ്രീധരൻ പിന്നിലേക്ക് വേച്ചു വീണുപോയി. വീഴ്ചയിൽ അയാളുടെ തല നിലത്തിട്ടിരിക്കുന്ന അരകല്ലിൽ അടിച്ചതും അയാൾ വേദനയോടെ പുളഞ്ഞു. അപ്പോഴേക്കും ബാല അവിടെ നിന്നും നിരങ്ങി സ്വന്തം മുറിയിൽ കയറിയിരുന്ന് നിരങ്ങിക്കൊണ്ട് തന്നെ വാതിലടച്ച് അതിന്മേൽ ചാരിയിരുന്നു. ഇതിനിടയിൽ സർവ്വശക്തിയുമെടുത്ത് കയ്യിലെ കെട്ടടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വലത് കൈ ഊർന്നു വന്നപ്പോൾ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് കതക് വലിച്ചടച്ച് കുറ്റിയിട്ടു. അതിനുശേഷം മാത്രം അവൾ വായിലെയും കെട്ടഴിച്ചു മാറ്റി. ഇടവഴിയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഓടുകയാ തന്നെയായിരുന്നു സുമ. വീടിനടുത്ത് എത്തുമ്പോൾ അവിടെ അനക്കമില്ല. പിൻവശത്തു കൂടി അകത്തേക്ക് കയറുമ്പോൾ കണ്ടു തറയിൽ മലർന്നു കിടക്കുന്ന ശ്രീധരനെ. അയാളെയും മറികടന്ന് അകത്തേക്ക് കയറുമ്പോൾ ബാലയെ കാണുക എന്നത് മാത്രമായിരുന്നു ആ അമ്മ മനസ്സിൻ്റെ വെപ്രാളം. അടുക്കളയിലും ചിതറിക്കിടക്കുന്ന പാത്രങ്ങളും കണ്ടപ്പോൾ തന്നെ അവിടെ പിടിവലി നടന്നതിൻ്റെ ലക്ഷണമുണ്ട്. അവർ വേഗം ബാലയുടെ മുന്നിൽ ചെന്ന് തട്ടി. അകത്ത് നിന്ന് ഒച്ചയും അനക്കവും ഒന്നുമില്ലാതായപ്പോൾ മോളെ, ബാലേ, അമ്മയുടെ ഒച്ച കേട്ടപ്പോഴാണ് അവൾ വേഗം വന്ന് കതക് തുറന്നത്. മകളുടെ വേഷം കണ്ടപ്പോൾ തന്നെ ആ അമ്മ മനസ്സ് ഏങ്ങിപ്പോയി.
മുഖവും കഴുത്തുമൊക്കെ ചുവന്നിരിക്കുന്നു. എന്നെ കൊന്നു കളഞ്ഞേക്ക് അമ്മേ, എനിക്കിനി വയ്യ ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ. അയാൾ എന്നെ ചീത്തയാക്കും. എന്നെ അങ്ങ് കൊന്നേക്ക് അമ്മേ, നിങ്ങൾക്കെങ്കിലും സമാധാനം കിട്ടട്ടെ. ഇനിയും വയ്യ എനിക്ക്. സ്വന്തം ശരീരം സൂക്ഷിച്ചാൽ എപ്പോഴും എനിക്ക് കഴിയാതെ വരും. എന്നെ കൊന്നു കളഞ്ഞേക്കമ്മേ. അലറിക്കരച്ചിലോടുകൂടി അവൾ അമ്മയുടെ കാൽക്കൽ ഊർന്നു വീണു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും വന്ന് അടുക്കളയിൽ വീണ് കിടക്കുന്ന ശ്രീധരനെ കണ്ട് പിള്ളേർ രണ്ടും നിലവിളിച്ചു. മോള് വേഗം ഈ വേഷമൊക്കെ മാറ്, അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ. മുഖം തോർത്തുകൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അവർ അടുക്കള ഭാഗത്തേക്ക് ചെന്നു. അയ്യോ ശ്രീധരേട്ടാ, എന്താ പറ്റിയത്? മക്കളെ, അച്ഛൻ എന്താ പറ്റിയത്? അറിയില്ലമ്മേ, ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ ഇവിടെ കിടക്കുകയാണ്, ലക്ഷ്മി കരച്ചിലിനിടയിൽ പറഞ്ഞു. ഉണ്ണിക്കുട്ട, നീയും കൂടി പിടിക്ക്, നമുക്ക് അച്ഛനെ അകത്തേക്ക് കിടത്താം. അമ്മയും മക്കളും കൂടി ശ്രീധരനെ എടുത്ത് അകത്തേക്ക് കിടത്തി. ഉണ്ണി, നീ വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ, ലക്ഷ്മി പറയുമ്പോൾ ഉണ്ണി വേഗം അടുക്കളയിലേക്ക് ഓടി. കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവുമായി തിരികെ വന്നു. സുമ വെള്ളം വാങ്ങി ശ്രീധരൻ്റെ മുഖത്തേക്ക് തളിച്ചു. അയാൾ കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ സുമയും ലക്ഷ്മിയും ഉണ്ണിക്കുട്ടനും. എന്താ ശ്രീധരേട്ടാ, എന്താ പറ്റിയത്? നിങ്ങൾ എങ്ങനെയാണ് വീണത്? സുമ ഒന്നും അറിയാത്ത ഭാവത്തിൽ അയാളോട് ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും വാതിൽ തുറന്ന് ബാലയും പുറത്തേക്ക് വന്നു. ചേച്ചി മുറിയും അടച്ച് അകത്തിരുന്നോ? അച്ഛൻ വീണ് കിടക്കുന്നത് കണ്ടില്ലേ? ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് ബാലയോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. അപ്പോഴും ശ്രീധരൻ്റെ പകയോട് കൂടിയ നോട്ടം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബാലയിലായിരുന്നു.